ഇതാ ഇവിടെ നോക്കൂ, ചിത്രത്തിൽ കാണുന്നത് എന്താണ്? മുന്തിരിക്കുല. അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് എ ബഞ്ച് ഓഫ് ഗ്രേപ്സ് എന്നാണ്. ഇതെന്താണ് ചിത്രത്തിൽ? ആട്ടിൻപറ്റ. അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് എ ഫ്ലോക്ക് ഓഫ് ഷീപ്പ് എന്നാണ്. എ ഫ്ലോക്ക് ഓഫ് ഷീപ്പ്. മുന്തിരിക്കുലയുടെ കാര്യം പറഞ്ഞപ്പോൾ എ ബഞ്ച് ഓഫ് ഗ്രേപ്സ്, ഗ്രേപ്പിൻ്റെ പ്ലൂറൽ ഉപയോഗിച്ചു. പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ ആട്ടിൻ്റെ കൂട്ടങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഷീപ്പിന് പകരം ഷീപ്സ് ഉപയോഗിക്കാത്തത്? കാരണം ഷീപ്പ് സിംഗുലറായും പ്ലൂറലായും ഉപയോഗിക്കാം. തേനീച്ചകളുടെ കൂട്ടത്തെ പറയുന്ന പേരെന്താണ്? എ സ്വാം ഓഫ് ബീസ്. എ സ്വാം ഓഫ് ബീസ്. ചെന്നായ് കൂട്ടത്തിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര് എ പാക്ക് ഓഫ് ഊൾസ് എന്നാണ്. എ പാക്ക് ഓഫ് ഊൾസ്. കന്നുകാലി കൂട്ടത്തിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര് എ ഹെർഡ് ഓഫ് കാറ്റിൽ. എ ഹെർഡ് ഓഫ് കാറ്റിൽ. താക്കോൽ കൂട്ടം, ഇതിന് ഇംഗ്ലീഷിൽ പറയുന്നത് എന്താണ്? എ ബഞ്ച് വെച്ച് തുടങ്ങണോ, എ ഫ്ലോക്ക് വെച്ച് തുടങ്ങണോ, അതോ എ സ്വാം വെച്ച് തുടങ്ങണോ? ഇതൊന്നുമല്ലെങ്കിൽ എ ഹെർഡ് വെച്ചാണോ തുടങ്ങേണ്ടത്? നിങ്ങൾ തന്നെ പറയൂ. താക്കോൽ കൂട്ടം ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയേണ്ടത്?